അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കുട്ടികളോട് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്ന് പറയലുണ്ടല്ലോ. പ്രത്യേകിച്ചും ഒരു ടീനേജിലൊക്കെ എത്തിയ കുട്ടികളാണെങ്കിൽ അവരെ നമുക്ക് നിയന്ത്രിക്കാനും അവരോട് എന്തെങ്കിലും പറയാനും അവരെ ഉപദേശിക്കാനൊക്കെ വലിയൊരു പ്രയാസമാണ്. പ്രത്യേകിച്ച് ഉമ്മമാരാണ് ഈ പ്രയാസം ഏറ്റവും അധികം അനുഭവിക്കുന്ന ആളുകൾ. ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവരോട് ഉപദേശിക്കാൻ പറ്റുക? എങ്ങനെയാണ് നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റുക? ഇത് നമ്മളെല്ലാവരും ആലോചിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ മക്കൾക്ക് ഏറ്റവും പ്രയാസമുണ്ടാകുന്നൊരു കാര്യമാണ് നമ്മൾ സങ്കടപ്പെടുക എന്നുള്ളത്. നമ്മൾ വിഷമിക്കുക, നമ്മൾ ദുഃഖിക്കുക എന്നത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വിഷമിപ്പിക്കരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ കരയുമ്പോൾ, നമ്മൾ സങ്കടപ്പെടുമ്പോൾ അവർക്ക് വല്ലാത്ത പ്രയാസങ്ങളുണ്ടായിരിക്കും. ഇത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഉണ്ടാകുന്നൊരു കാര്യമാണത്. സ്വന്തം മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്കൊരു വിഷമവും സങ്കടവും ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ അത്യധികമായി വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും നമ്മുടെ ചെറിയ കുട്ടികൾ. അപ്പോൾ വളരെ ചെറിയൊരു കുട്ടിയാണാവട്ടെ, ഉമ്മ സങ്കടപ്പെടുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്നൊരു മനോവേദന എത്ര വലുതാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ വാപ്പയും ഉമ്മയും തമ്മിലുണ്ടാവുമ്പോൾ അവിടെ ചിലപ്പോൾ ഉമ്മ കരയും. ആ കരയുന്ന സമയത്ത് അത് കണ്ടു നിൽക്കുന്ന ആ കുട്ടിയുടെ മുഖം വളരെ ദയനീയമായ ഒരു മുഖമാണ്. ആ നോട്ടവും ആ വിഷമമൊക്കെ. ഇപ്പോൾ മാതാപിതാക്കളുടെ സങ്കടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്ക് വളരെ വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും ഉമ്മയുടെ സങ്കടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ നമ്മൾ ആ സങ്കടം വിഷമം പ്രകടിപ്പിച്ചാൽ അവർ നമ്മൾ പറയുന്നത് കേൾക്കും. അപ്പോൾ നിങ്ങളെ മോനിപ്പോൾ സമയത്ത് വീട്ടിൽ വരുന്നില്ല, അവൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല, അവൻ പണം അനാവശ്യമായി ചിലവഴിക്കുന്നു, അവൻ എപ്പോഴും ഫോണിൽ ആണ്, അവൻ നമ്മളോട് അനുസരണമില്ല, അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കും നിങ്ങൾ. നിങ്ങൾ ഒരു ഒന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു സങ്കടം, ആ സങ്കടം നിങ്ങളൊന്ന് ശരിക്ക് പ്രകടിപ്പിക്കാം. നമ്മൾ അവനോട് ദേഷ്യപ്പെടുന്നില്ല, അവൻ വരുമ്പോഴൊക്കെ നമ്മൾക്കൊരു വിഷമം. അപ്പോൾ എന്താ അമ്മ അങ്ങൾക്കൊരു വിഷമം? നമുക്കത് ആലോചിച്ച് ചിലപ്പോൾ കണ്ണിന്ന് കണ്ണീരൊക്കെ വരും. അപ്പോൾ എന്താ അമ്മക്കൊരു വിഷമം? ഒന്നുമില്ലടാ, പ്രശ്നമില്ല എന്ന് പറയാം. അല്ല, നിങ്ങൾ പറഞ്ഞോളി, നിങ്ങളുടെ വിഷമം എന്താ വെച്ചാൽ പറഞ്ഞോളി എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് പറയാണ്, എനിക്ക് എൻ്റെ കാര്യം ആലോചിക്കുമ്പോഴുള്ള ഒരു വിഷമവും സങ്കടമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ്, ഞാനൊക്കെ വലിയ പ്രതീക്ഷയിലാണ് നിൻ്റെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം നീ അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ മൊത്തത്തിൽ നിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എനിക്കിങ്ങനെ ആലോചിക്കും. എനിക്കൊരു പേടി, നീ എന്തെങ്കിലും വഴി തെറ്റിപ്പോവോ, നാട്ടിലൊക്കെ പല കുട്ടികളെയും കാണുന്ന പോലെ ആയിത്തീരുമോ, നീ വൈകി വീട്ടിൽ വരുമ്പോൾ, നീ ആവശ്യത്തിലേറെ പണം മേടിച്ച് പോകുമ്പോൾ, നീ എന്നോട് ദേഷ്യപ്പെടുമ്പോഴൊക്കെ എനിക്കിപ്പോൾ അടുത്ത ഇതായിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ മനസ്സിക്ക് ഇതിങ്ങനെ ചിന്ത കടന്ന് എനിക്ക് ശരിക്കും ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ സത്യസന്ധമായി ഇങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ കണ്ണീര് വരും, വിഷമം വരും. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അതവനെ വല്ലാതെ സ്വാധീനിക്കും. അപ്പോൾ ഉടനെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ നമ്മോട് ചോദിക്കുകയാണ്, അല്ല ഉമ്മ, ഇതിപ്പോൾ ഞാൻ മാത്രമേ ഇങ്ങനെ ഉള്ളൂ, എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ എത്ര കുട്ടികളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ അവരൊക്കെ അങ്ങനെയല്ലേ, അവരിങ്ങനെ ഫുള്ള് സമയം മൊബൈലാണ്, അവർ പുറത്താണ്, അവരൊക്കെ എപ്പോഴാണ് വരിക? ഇപ്പോൾ ഞാൻ വരുമ്പോഴത്തേനും എൻ്റെ രണ്ട് കൂട്ടുകാർ, ഇപ്പോൾ അയൽവാസികളായ ആളുകൾ അവരുടെ ഒപ്പം വരില്ലേ, അവർ വീട്ടിൽ നിന്നും അവർക്ക് പ്രശ്നമില്ലല്ലോ, അവർക്കതുകൊണ്ട് വിഷമമില്ലല്ലോ എന്ന് പറയും. അതിന് കേൾക്കുമ്പോൾ എന്തായാലും അതൊരു കൗണ്ടറാണല്ലോ. അപ്പം നമുക്കിന് ദേഷ്യം വരും. അവർ നോക്കിയിട്ടാണ് നീ പോകൽ, അവരാണ് എൻ്റെ മാതൃക, ഇതാണോ നിൻ്റെ കാര്യം, ഞാൻ പറയുന്നത് നിനക്ക് കേട്ടൂടെ? അപ്പം നമ്മൾ ട്യൂൺ മാറി, അത് ദേഷ്യമായി. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അപ്പോഴും സങ്കടപ്പെടുക ചെയ്യണത്, നമ്മുടെ സങ്കടം ഒരു ദേഷ്യമായി പരിണമിക്കുകയാണ്. പക്ഷേ ആ ദേഷ്യം ഒരു സങ്കടമാണെന്ന് അവനൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ദേഷ്യം വരുന്നതോട് കൂടെ തന്നെ അവൻ്റെ കംപ്ലീറ്റ് മാനസികാവസ്ഥ മാറും. നമ്മളോടൊരു ആ സഹതാപവും സ്നേഹവും സങ്കടമൊക്കെ മനസ്സിൽ നിന്ന് പോയിട്ട് അവനൊരു ഫൈറ്റിന്, ഒരു യുദ്ധത്തിന് നമ്മോട് ഒരുങ്ങുന്ന പ്രതിഷേധമായിരിക്കും. പിന്നെ അവനെന്താണ്, ഉമ്മക്ക് ഇങ്ങനെയൊരു സ്നേഹമില്ല, എന്നോടിതില്ല, ഉമ്മക്ക് ഈ പറഞ്ഞ സങ്കടമൊന്നുമില്ല, മനസ്സിക്കൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞാൽ അവൻ്റെ ട്യൂൺ മാറും. അവൻ എന്ത് ചെയ്യും, നിങ്ങൾ കണ്ടത് കുട്ടികൾ, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സങ്കടത്തിന് പകരം ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ മക്കളെ കാര്യത്തിലുള്ള അവരുടെ വഴിതെറ്റലിലും അവരുടെ പ്രശ്നങ്ങളിലുള്ള സങ്കടങ്ങൾ ശരിക്കും, ആ ഇമോഷൻ ശരിക്കും നമുക്ക് സത്യസന്ധമായി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ അതുമാത്രം മതിയാവും എന്നുള്ളതാണ്.
പക്ഷേ പലപ്പോഴും നമ്മുടെ സങ്കടങ്ങൾ പുറത്തേക്ക് വരുന്നത്, പ്രത്യേകിച്ച് ഉമ്മയുടെ സങ്കടം ദേഷ്യമായിട്ടാണ്. ദേഷ്യം ഒരിക്കലും കുട്ടികളെ സ്വാധീനിക്കില്ല. അത് നമ്മളോട് നമുക്ക് അവരുടെ സ്നേഹമില്ലെന്ന് വിചാരിക്കാനും, നമുക്കവരെ എതിരാവാനും, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതിന് എതിര് പ്രവർത്തിക്കുവാനും, ധിക്കാരപൂർവ്വം മുന്നോട്ട് പോകാനും അവരുടെ വാശി വർദ്ധിപ്പിക്കാനൊക്കെ ഉപകരിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കി നമ്മൾ പെരുമാറിയാൽ നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. അവരെ ഉപദേശിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ പറയുന്ന വഴിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഒരുപക്ഷേ നമ്മുടെ സത്യസന്ധമായ വൈകാരിക പ്രകടനങ്ങളെ കൊണ്ട് സാധ്യമായേക്കും.